സബ്സ്ട്രാക്ഷൻ്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ട്രാക്ഷൻ പാർട്ട് 2 നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന, വലുതായപ്പോഴും എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് അടുത്ത സംഖ്യക്ക് 0 ആയാൽ കടം വാങ്ങാൻ നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ കടം കൊടുത്ത് 0 ആയാൽ എന്ത് ചെയ്യും, അങ്ങനെ. അതായത് 0 വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വരും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 214 മൈനസ് 136 214 മൈനസ് 136. അപ്പോൾ 4-ൽ നിന്ന് 6 പോകുമോ? ഇല്ല. കാരണം എന്താണ്? 4 ചെറിയ സംഖ്യയാണ്. സോ നമുക്ക് 6 കൊടുക്കാൻ പറ്റില്ല, അല്ലേ? നമ്മുടെ ഒരു 4 ചോക്ലേറ്റ് ഉള്ളപ്പോൾ നമുക്ക് 6 ചോക്ലേറ്റ് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ഈ 1 കടം വാങ്ങണം. എപ്പോഴും അടുത്ത സംഖ്യയിൽ നിന്നാണ് കടം വാങ്ങുന്നത്. സോ ഇവിടെ 1 ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ്? 1 കടം വാങ്ങാം. ഇവിടെ എത്രയായി? 14 ആയി. ഇവിടെ എത്രയായി? 0 ആയി. 1 മാറി എന്തായി? 0 ആയി. അപ്പം തന്നെ എഴുതി വെക്കാം. അപ്പോൾ 0 ആയി. അപ്പോൾ ഇവിടെ 14-ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 8. 14-ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 8 അപ്പോൾ ഇവിടെ 0 ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യുമെന്നാണ് നമ്മൾക്ക് സംശയം വരുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല. തൊട്ടടുത്ത 2-ൽ നിന്ന് കടം വാങ്ങാം. അപ്പോൾ അവിടെ എത്രയായി? 10 എത്രയായി? 10 അപ്പോൾ 10-ൽ നിന്ന് 3 പോയാൽ എത്ര കിട്ടും? സിമ്പിളാണല്ലേ, 7 കിട്ടും. പിന്നെ ഇവിടെ എത്രയുണ്ട്? ഇവിടെ 1 മാറിയില്ലേ? ഒരെണ്ണം കടം കൊടുത്തപ്പോൾ 1 മാറി. അപ്പോൾ 1 പോയാൽ 0 ആണ് ആൻസർ. അപ്പോൾ എത്രയാണ് ആൻസർ? 78. പക്ഷേ അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ, അതായത് 204 മൈനസ് 136, ഇതിൽ 4, 6 നേരത്തെ പോലെ തന്നെ. പക്ഷെ നമുക്ക് തൊട്ടടുത്തുനിന്ന് കടം വാങ്ങാനായിട്ട് എന്താണ്? 0 കടം വാങ്ങാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? രണ്ടാമതിരിക്കുന്ന ആളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ മൂന്നാമത്തെ 2 കടം വാങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് കടം വാങ്ങി ഇവിടെ എത്രയായി? 14 ഇവിടെ എത്രയായി മാറും? 1 മാറും. വേഗം എഴുതിക്കൊള്ളണോട്ടത്. അപ്പോൾ നേരത്തെ പോലെ 14-ൽ നിന്ന് 6 പോയാൽ എത്ര കിട്ടും? 8 കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമെന്നൊരു കൺഫ്യൂഷൻ വരും, അല്ലേ? ഇവിടെ 0 ആണ്. ഇതിന് നേരത്തെ പോലെ നമ്മൾ 0 കടം വാങ്ങിയ പോലെ വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്തായിട്ട് എടുക്കണം? 9. എന്താണ്? 9 എടുത്തോളണം. 9-ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 6. അതാണ് ഇതിൻ്റെ. 1-ൽ നിന്ന് 1 പോയാൽ 0 കിട്ടും. ഇപ്പോൾ 68 ഇതിൻ്റെ ആൻസർ. സോ ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ, ഇയാൾ ജന്മന 0 ആണ്. എന്താണ്? ജന്മന ദരിദ്രനാണ്. അപ്പോൾ എന്താണ്? അയാൾക്ക് അടുത്തുള്ള ആൾക്ക് കടം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അടുത്തുള്ള ആൾ കടം വാങ്ങിയാൽ അതിൻ്റെ കുറച്ച് ഷെയർ ഇയാൾക്കും കിട്ടും. അങ്ങനെ ആ കിട്ടുന്ന ഷെയർ 9 ആയിരിക്കും. ആ 9 എപ്പോഴും എന്താണ്? ഇവിടെ വരും. പക്ഷേ ഈ 214-നെ സംബന്ധിച്ച് എന്താണ്? അയാൾ ജന്മനാ ദരിദ്രനായിരുന്നു? അല്ല. അയാൾക്ക് വാല്യൂ ആയിട്ട് 1 ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾക്ക് കൊടുത്തത് പോയതുകൊണ്ടാണ് അയാൾ 0 ആയിട്ട് മാറിയത്. അങ്ങനെ ഒരാൾക്ക് എന്താണ്? മറ്റൊരാളുടെ നിന്ന് കടം വാങ്ങാം. ജന്മനാ ദരിദ്രനായവന് കടം വാങ്ങാൻ പറ്റില്ല. എന്താണ്? അവന് ആരെങ്കിലും കൊടുക്കുമോ? ഇല്ല. അപ്പം ആരെങ്കിലും അറിഞ്ഞു കൊടുത്താലായി. അതാണ് ഈ 9. പക്ഷെ എന്താണ്? കാശ് ഉണ്ടായിട്ട് മറ്റുള്ളവരെ സഹായിച്ച് 0 ആയതാണ്. അതുകൊണ്ട് അവൻ്റെ ആ നല്ല മനസ്സിനെ ഓർത്ത് എന്താണ്? ഇവന് ഒരാൾ കടം കൊടുക്കും, തൊട്ടടുത്തുള്ള ആൾ കടം കൊടുക്കും. അങ്ങനെ എന്താണ്? അത് 10 മാറും. അതായത് ക്വസ്റ്റ്യനിൽ തന്നെയാണ് 0 എങ്കിൽ അതിനെ 9 എടുക്കണം, തൊട്ടടുത്ത ആൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഒരാൾക്ക് കടം കൊടുത്തതിന് ശേഷമാണ് 0 ആയി മാറുന്നതെങ്കിൽ തൊട്ടപ്പുറത്തുനിന്ന് ഇയാൾക്കും കടം വാങ്ങാം. 0 അയാൾക്കും കടം വാങ്ങാം. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഇതൊക്കെ 618 മൈനസ് 239. 8-ൽ നിന്ന് 9 പോവില്ല. സ്വാഭാവികമായും നമ്മൾ അടുത്തുള്ള 1 കടം വാങ്ങി എന്തായി? 18 ആയി. 18-ൽ നിന്ന് 9 പോയാൽ 9. ഇവിടെ എത്രയായി? 0 ആയിട്ട് മാറും, അല്ലേ? ഈ 618 എന്താണ്? 0 ആയി. സോ 0 3 പോകുമോ? ഇല്ല. നമ്മൾ പറഞ്ഞു ഇവരെന്താണ്? ആദ്യമേ 0 ആയിരുന്നില്ല. അതുകൊണ്ട് എന്താണ്? തൊട്ടപ്പുറത്ത് നിന്ന് കടം വാങ്ങാം. 10-ൽ നിന്ന് 3 പോയാൽ 79. ഇവിടെ എത്ര വരും? ഇവിടെ
5 വരും. 5-ൽ നിന്ന് 2, കാരണം ഈ ഒരാൾക്ക് മാത്രമല്ലേ കടം കൊടുത്തിട്ടുള്ളൂ. നേരത്തെ ഈ 8 കടം വാങ്ങിയത് 1-ൽ നിന്നാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രമേ 6 കടം കൊടുത്തിട്ടുള്ളൂ. സോ 5-ൽ നിന്ന് 2 പോയാൽ 3, 379. പക്ഷെ അതേപോലത്തെ തന്നെ 608. എന്താണ്, ഇയാൾക്ക് 0-ൽ നിന്ന് കടം വാങ്ങാൻ പറ്റില്ല. സോ തൊട്ടപ്പുറത്ത് നിന്ന് വാങ്ങി 18. 18-ൽ നിന്ന് 9 പോയാൽ 9. ഇവിടെ എന്തായി മാറും എന്നാണ് പറഞ്ഞാൽ 9 ഓട്ടോമാറ്റിക്കലി ഇവിടെ 9 ആയിട്ട് മാറും. 9-ൽ നിന്ന് 3 പോയാൽ എത്ര വരും? 6. ഇവിടെ എത്രയായി? 5 ആയി അല്ലേ? 5-ൽ നിന്ന് 2 പോയാൽ 369. നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഇതുപോലെ തന്നെയാണ്. ഇതിലാദ്യം ഞാൻ 0-ൻ്റെയാണ് ഇട്ട് വെച്ചേക്കണം. അപ്പോൾ എന്താണ്, ഇവിടെ നിന്ന് കടം വാങ്ങാൻ പറ്റില്ല അല്ലേ? ഇവിടെ എന്താ, സെക്കൻഡിൽ നിന്ന് കടം വാങ്ങാൻ പറ്റുമോ? ഇല്ല. സെക്കൻഡ് ഡിജിറ്റ് 0 ആണ്. സോ നമ്മൾ തേർഡ് ഡിജിറ്റിൽ നിന്ന് 1 കടം വാങ്ങുന്നു. 18. 18-ൽ നിന്ന് 9 പോയാൽ 9. ഇവിടെ 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്താക്കി കൊടുക്കാം? അടുത്തിരിക്കുന്ന ആൾ കടം വാങ്ങിയത് കൊണ്ട് അതിന് 9 ആക്കി കൊടുക്കാം. 9-ൽ നിന്ന് 1 പോയാൽ 7. ഇവിടെ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പോൾ ഇതെന്തായി? 8 മാറിയിട്ടുണ്ടായിരുന്നു. 8-ൽ നിന്ന് 3 പോയാൽ 5. അപ്പോൾ ആൻസർ എത്രയാണ്? 579. അടുത്തത് നേരത്തെ പോലെ എന്താണ്, കടം കൊടുത്ത് 0 ആവുന്നത്. ഞാനൊക്കെ 8, 9 ആണ് എൻഡിങ് വന്നത്. അപ്പോൾ എന്താണ് ഇവിടെ 18. 18-ൽ നിന്ന് 9 പോയാൽ 9. ഇയാളെന്തായി മാറി? 0 ആയി മാറിയല്ലേ? 0 ആയി മാറിയതുകൊണ്ട് എന്താണ്, ഇവിടുന്ന് കടം ചോദിക്കാം. കാരണം ഒരാൾക്ക് കടം കൊടുത്ത് 0 ആയതുകൊണ്ട് ഇയാൾക്ക് എന്താണ്, കടം വാങ്ങാം. അപ്പോൾ 10-ൽ നിന്ന് 1 പോയാൽ 9. ഇവിടെ എത്ര ആയിട്ടുണ്ടാവും? 8 ആയിട്ടുണ്ടാവും. 8-ൽ നിന്ന് 3 പോയാൽ 5. ആൻസർ എത്രയാണ്? 599. ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. ഈ എൻഡിങ്ങിൽ 0 ആണെങ്കിൽ, അതായത് 250 മൈനസ് 46, ഇങ്ങനെ കേസിൽ നമുക്ക് കടം വാങ്ങാം. കാരണം തൊട്ടപ്പുറത്ത് വേറെ ആരും കടം വാങ്ങാനില്ല. അപ്പോൾ ഈ 0-ന് എന്താണ്, ക്വസ്റ്റ്യനിൽ തന്നെ 0 ആണെങ്കിലും നമുക്ക് കടം വാങ്ങാം. അപ്പോൾ എന്താണ്, ഇവിടെ 10 ആകും. 10-ൽ നിന്ന് 6 പോയാൽ 4 ആകും. ഇവിടെ എന്തായിട്ടുണ്ടാവും? 4 ആയിട്ടുണ്ടാവും. 4 4 എത്രയാണ്? 0. ബാക്കി ഇവിടെ 2. എന്താണ്, 204 ആൻസർ. അതായത് എൻഡിങ്ങിലാണ് 0 വരുന്നതെങ്കിൽ കടം വാങ്ങാം. വൺസിൻ്റെ സ്ഥാനത്താണ് ക്വസ്റ്റ്യനിൽ 0 വരുന്നതെങ്കിൽ കടം വാങ്ങാം. പിന്നെ ഒരു കൺഫ്യൂഷനായിട്ട് വരുന്നത് 265 മൈനസ് 30. ഇങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 5-ൽ നിന്ന് 0, അതായത് നിങ്ങളുടെ കയ്യിൽ 5 ചോക്ലേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഇവിടെ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടാവും? 5 ചോക്ലേറ്റ് തന്നെ. കാരണം നിങ്ങൾ ആർക്കും കടം കൊടുത്തില്ല, അല്ലെങ്കിൽ എന്താണ്, ചോക്ലേറ്റ് കൊടുത്തില്ല. 6-ൽ നിന്ന് 3 പോയാൽ 3. 2 ആൻസർ. അപ്പോൾ ഇതാണ്, ഇത്രേ ഉള്ളൂ സബ്സ്ട്രാക്ഷൻ.